എന്നെ വിടാൻ, എന്നെ വിടാനാ പറഞ്ഞത്. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അടങ്ങി അവിടെ കിടന്നോ, ഇല്ലേൽ നിന്നെ ഞാൻ ശരിയാക്കും. ദേവൻ അവളെയും തൂക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയതും റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചുകൊണ്ട് അവളെ വലിച്ച് ബെഡിലേക്കിട്ടു. എന്ത് വാശിയാ ഗൗരി ഇത്? ദേവൻ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട. ഇല്ല, വരുന്നില്ല. പക്ഷേ നീ പഠനം തുടങ്ങുന്ന കാര്യം നടക്കില്ല. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. എൻ്റെ ഗണേശ, എന്തൊരു പരീക്ഷണമാണ്. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. അവളുടെ ഉറ്റ സുഹൃത്ത് ദീപു ആയിരുന്നു അത്. ഹലോ ദീപിക, അവൾ വിളിച്ചു. എടീ, നാളെ എപ്പോഴാ വരുന്നത്? ദീപിക പെട്ടെന്ന് തന്നെ ചോദിച്ചു. അവൾ ദേവനെയൊന്ന് നോക്കി. അവൾക്ക് വല്ലാത്ത വാശി തന്നെയായിരുന്നു. ഞാൻ നാളെ 8:30 ഇറങ്ങാം. ദേവൻ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. ശരിയടി, നാളെ കാണാം. ഓക്കെ. അവൾ ഫോൺ കട്ട് ചെയ്തു. നാളെ എങ്ങോട്ടാ? ദേവൻ ചോദിച്ചു. കോളേജിലേക്ക്. വാട്ട്? ദേവൻ എഴുന്നേറ്റ് കൈകൾ മലർത്തിക്കൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ നാളെ മുതൽ പോകുന്നു. ഓ, നീ അപ്പോൾ എല്ലാം തീരുമാനിച്ചോ? അതെ. അവളും വിട്ടുകൊടുത്തില്ല. ദേവൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്ക് താല്പര്യമില്ല എൻ്റെ ഭാര്യയെ പഠിപ്പിക്കാനും ജോലിക്ക് അയക്കാനും. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കും. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ആഗ്രഹിച്ച ജോബുണ്ട്. എന്താണാവോ ആ ജോബ്? എനിക്ക് എയർ ഹോസ്റ്റസ് ആവാനാണ് ആഗ്രഹം. ദേവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. പതിയെ അവളുടെ പലാസോ പാൻറ് മുട്ടുവരെ പൊക്കി ദേവൻ പറഞ്ഞു. നടക്കില്ല മോളെ, നടക്കില്ല. ദേവൻ തൻ്റെ കാല് നോക്കി അങ്ങനെ പറയുന്നത് കേട്ടതും അവൾക്ക് എന്തോ പോലെയായി. ആ ജോബിൽ ഏറ്റവും ആവശ്യം സുന്ദരമായ കാൽപാദവും കാൽമുട്ടുകളുമൊക്കെയാണ്. ആ ആഗ്രഹം കൊണ്ട് തന്നെ അവളുടെ ശരീരം അത്രമേൽ അവൾ സൂക്ഷിച്ചിരുന്നു. അവളൊന്ന് പാൻറ് പൊക്കി നോക്കി. തൻ്റെ കാലുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇല്ലല്ലോ, എൻ്റെ കാലിനൊന്നും ഒരു പ്രശ്നവുമില്ല. പോരാത്തതിന് എൻ്റെ ശരീരം ഞാനൊരു ജോബിന് വേണ്ടി കൊണ്ടു നടക്കുന്നത് പോലെ ആരും കൊണ്ടു നടന്ന് കാണില്ല. നിന്റെ ശരീരം ഒരു കുഴപ്പവുമില്ല. എന്തായാലും ആ ജോലി നീ നേടില്ല. ഞാൻ സമ്മതിക്കില്ല. എന്തൊരു കഷ്ടമാണ്. എനിക്ക് പഠിക്കണം. നീ വേറെ വല്ല ജോലിയും പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കാനായി അയച്ചേനെ. ഇത് നടക്കില്ല. അല്ലെങ്കിലേ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഭയം തോന്നും. എന്തിന്? എൻ്റെ ഭാര്യയുടെ ഭംഗി അത് ഞാൻ മാത്രം കണ്ടാൽ പോരെ? അവൾക്ക് ദേവൻ്റെ വാക്കുകളിൽ ചിരിയൊന്നും വന്നില്ല. വിഷമമായിരുന്നു. താൻ കുഞ്ഞിലെ ആഗ്രഹിച്ച ജോലിയായിരുന്നു അത്. ക്ലാസ് കഴിയാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഗൗരി അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവളെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അവർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നാളെ തന്നെ ജോയിൻ ചെയ്യാനാണ് അവളോട് അവർ പറഞ്ഞത്. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. എനിക്ക് പഠിക്കാൻ പോണം, അവൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നടക്കില്ല. ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരവുമില്ല. ദേവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. അവൾ കാൽമുട്ടുകളിൽ തലയാമർത്തി കരഞ്ഞു. എന്തൊരു അഹങ്കാരമാണ് ഇവൾക്ക്. പെട്ടെന്നൊരു പഠിപ്പിൻ്റെ കാര്യം വരുന്നു. അവൾ നിർബന്ധം പിടിക്കുന്നു. എന്താ ഇത്? ദേവൻ ദേഷ്യം കൊണ്ട് പിറുപിറുത്തു. അതും വിമാനത്തിൽ. ആ അരയിഞ്ച് ഉടുപ്പുമിട്ട് നടന്നത് തന്നെ. ദേവൻ താഴെ ഹാളിൽ ഇരുന്നു കൊണ്ട് ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ഫോൺ റൂമിലിരുന്ന് റിങ് ചെയ്യുന്നത് കേട്ടത്. നിശബ്ദമായ ആ ഇടം അവൻ്റെ ഫോണിൻ്റെ ശബ്ദത എക്കോ ആയി പ്രതിധ്വനിച്ചു. അവൻ ഫോണിൻ്റെ സൗണ്ട് കേട്ടതും റൂമിലേക്ക് നടന്നു. അനീറ്റയായിരുന്നു. സർ, ഞാൻ ആ വർക്കിനുള്ള ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ആണോ? ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ അയക്ക്. ഓക്കെ സാർ. അവൾ അപ്പോൾ തന്നെ മെയിൽ അയച്ചു കൊടുത്തു. ദേവൻ മെയിൽ കണ്ട് ഒരു നിമിഷം അങ്ങനെ ഇരുന്നു. ദേവൻ തന്നെ ആ ഫോൺ എടുത്ത് അവൾക്ക് വിളിച്ചു. എടോ അനീറ്റ, തന്നോട് ഞാൻ നല്ലൊരു പെൺകുട്ടി എന്നല്ലേ പറഞ്ഞത്? അതെ സാർ. ഇതാണോ നല്ല പെൺകുട്ടി? സാർ, ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടിയില്ല. ആ ബെസ്റ്റ്. അതിന് താനൊന്നും ഇതിന് പറ്റില്ലടോ. അവളിൽ വല്ലാത്ത നിരാശയാക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. നല്ലതുപോലെ ജോലിയിൽ ശ്രദ്ധിക്കേ. ദേവൻ അവസാനം ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞു. അനീറ്റയ്ക്ക് ദേവനോട് പ്രണയമാണ്. എങ്ങനെയെങ്കിലും ദേവനെ കൊണ്ട് തന്നെ ഇഷ്ടപ്പെടിപ്പിക്കണമെന്ന് മാത്രമാണ് അവളുടെ ആഗ്രഹം. എന്നാൽ ഗൗരിയുടെയും ദേവൻ്റെയും വിവാഹം അവൾ അറിഞ്ഞതുമില്ല. സമയം ഏറെയായി. ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയ ഗൗരി റൂമിലെത്തിയില്ല. ദേവൻ അവളെ തിരഞ്ഞുകൊണ്ട് ടെറസിലേക്ക് നടന്നു. അവിടെയും അവൾ ഉണ്ടായിരുന്നില്ല. ഇവളിതെവിടെ പോയി? ദേവൻ ചുറ്റിലും ഒന്ന് നോക്കി നടക്കാൻ തുടങ്ങി. അല്പം നേരം കഴിഞ്ഞാണ് ദേവൻ അമ്മയുടെ റൂമിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതും അവൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാണ് അവൻ കണ്ടത്.
ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ദേവൻ ചോദിച്ചു. നീ എന്താടാ ഇവളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഓ, അമ്മയോടപ്പോ ഇവള് പരാതി പറഞ്ഞില്ലേ? അവള് പറഞ്ഞതല്ല, ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഓ, ആയിക്കോട്ടെ. എൻ്റെ അമ്മേ, ഇവൾക്കിപ്പോൾ ഒരു ജോലിയുടെ ആവശ്യമില്ല, പിന്നെ എന്തിനാ പഠിക്കുന്നത്? ദേവാ, നിന്റെ ഈ പഴഞ്ചൻ ചിന്താഗതിയൊന്ന് മാറ്റ്. അമ്മേ, അമ്മ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ജോലി വേണം മോനെ. നിന്നെപ്പോലെ ഒരാളുടെ കൂടെയാടെ തീർച്ചയായും വേണം. കാരണം നീ കരാറിൻ്റെ ആളല്ലേ? ദേവനെ കളിയാക്കിക്കൊണ്ട് ദേവിക പറഞ്ഞു. അമ്മേ, ഇപ്പോൾ അഗ്രിമെന്റിലല്ല ഞങ്ങൾ. ആയിക്കോട്ടെ, എന്തായാലും അവള് പഠിച്ച് ജോലി നേടട്ടെ എന്നാ എനിക്ക് പറയാനുള്ളത്. അവൾക്ക് വേണ്ട ജോലി അമ്മ ചോദിച്ചോ? ദേവിക ഗൗരിയെ ഒന്ന് നോക്കി. ഇല്ല, അവൾക്ക് എയർ ഹോസ്റ്റസ് ആവണമെന്ന്. ദേവിക കണ്ണുകൾ തുറച്ചുകൊണ്ട് ഗൗരിയെ നോക്കി. മോളെ. ഒരു നാടകസ്തംഭത്തോടെ ഗൗരിയെ വിളിച്ചു. അമ്മേ, എന്നെ പഠിക്കാൻ വിടാൻ പറ. ജോലി ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ചെയ്യൂ. ജീവിതമല്ലേ അമ്മേ, നാളെ എന്താവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ മോനെ, നീ അവളെ പഠിക്കാൻ വിട്. അമ്മയ്ക്ക് നിന്നോട് പറയാനല്ലേ പറ്റൂ, നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. ദേവിക നിരാശയോടെ ഗൗരിയെ നോക്കി. ഗൗരി, വാ, റൂമിലേക്ക് പോകാം. അവള് അനങ്ങാതെ അമ്മയുടെ ബെഡിൽ തന്നെ ഇരുന്നു. നിന്നെ ഞാൻ... അവനവളെ തൂക്കിയെടുക്കുന്നത് കണ്ട് ദേവികയ്ക്ക് ചിരിയടക്കാനായില്ല. അവൾ കുതറിക്കൊണ്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ ഒരു കാര്യം. ദേവിക ചിരിച്ചുകൊണ്ട് വാതിലടച്ചു. റൂമിലെത്തുന്നതിൻ്റെ തൊട്ടു മുൻപ് ഗൗരി ദേവന്റെ തോളിൽ നല്ലൊരു കടി കൊടുത്തു. ആ, എടി വിടടി, ദേവൻ വേദന കൊണ്ട് പറഞ്ഞു. അവൾ കടി മുറുക്കിക്കൊണ്ടിരുന്നു. എടി വിടടി, വിടാൻ. അവളെ വാരി ബെഡിലേക്ക് ഒരു ഒറ്റ ഇടലായിരുന്നു. ദേവൻ ഷർട്ട് ഊരി അവൾ കടിച്ച ഭാഗം നല്ലതുപോലെ നോക്കി. അവളുടെ പല്ല് നല്ലതുപോലെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. നീ എന്താടി, പട്ടിയുടെ ജന്മമാണോ ഇങ്ങനെ കടിക്കാൻ? ഓ, ദേവൻ വേദന കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അവളും അവൻ്റെ തോളിൽ ശ്രദ്ധിക്കുന്നത്. ഷർട്ടിട്ടത് കൊണ്ട് അവൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമമായി. അവൾ എഴുന്നേറ്റ് ദേവന്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവൾ പതിയെ അവനെ താഴ്ത്തി. ആ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. ഇനി എന്താ? ദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു. സോറി, സോറി, ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കൂ. ഇതൊക്കെയല്ലേ വേണ്ടേ? ദേവൻ അവൾക്ക് മുന്നേ പറഞ്ഞു. അയ്യടാ, അറിയാതെയൊന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കുറച്ച് സഹിക്ക്. അവൾ ദേവൻ പറഞ്ഞു തീർത്തതും പറഞ്ഞു. പട്ടിയെപ്പോലെ കടിച്ചു മുറിച്ചിട്ടും അവളുടെ അഹങ്കാരം. ദേവൻ അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നെ വിഷമിപ്പിച്ചാൽ ഇതിലും വലുതായിരിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ തീർന്ന് മോളെ, നീ തീർന്ന്. അവൾ ദേവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തോന്ന്? ആ, നിന്നെ പഠിക്കാൻ വിടാം എന്നൊക്കെ വിചാരിച്ചതാ. ഇപ്പോൾ തീരുമാനിച്ചു ഇനി വിടണ്ട എന്ന്. അവളുടെ മുഖം ചുളിഞ്ഞു. പുരികം താഴ്ത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇതിനുള്ള ശിക്ഷയാണെന്ന് കൂട്ടിക്കോ. ദേവൻ പറഞ്ഞു. അങ്ങനെ പറയല്ലേ പ്ലീസ്. അവൾ ദേവന് മുന്നിൽ കെഞ്ചി. അവളെയും നീക്കിക്കൊണ്ട് ദേവൻ ബെഡിൽ ചെന്ന് കിടന്നു. അവൾ പിന്നാലെ ചെന്ന് ബെഡിൽ അവൻ്റെ അടുത്തേക്കിരുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുക മാത്രമേ ഉള്ളൂ. ജോലി എനിക്ക് ആവശ്യം വരികയാണെങ്കിൽ മാത്രമേ പോവുള്ളൂ. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ദേവനൊരു ദീർഘശ്വാസം എടുത്തു. അവളൊന്ന് മൗനിയായി ഇരുന്നു. ദേവൻ അവളെ ഒന്ന് നോക്കി. അവൾ ദേവനെയും. പ്ലീസ്, അവളൊന്ന് കെഞ്ചി. സമ്മതിച്ചോ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. പൊയ്ക്കോ, നിന്റെ ആഗ്രഹമല്ലേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ? ബോയ്സിൻ്റെ കൂടെ കൂട്ടുവേണ്ട. പിന്നെ ഞാൻ കൊണ്ടുപോയി ആക്കും. വൈകിട്ട് ഞാൻ തന്നെ വിളിക്കാൻ വരും. ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് പഠിക്കണം. പിന്നെ ദേവൻ്റെ ഭാര്യയാണെന്നത് മറന്ന് നടന്ന് വായി നോക്കാൻ പ്ലാനുണ്ടെങ്കിൽ ആ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. സമ്മതിച്ചു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞത് ആരും അറിയാതെ നിങ്ങളും നോക്കണം. വാട്ട്? ദേവൻ സംശയത്തോടെ ചോദിച്ചു. അതെ. പറ്റില്ല, നീ എൻ്റെ ഭാര്യയാണ്. അതെ, അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള ബിസിനസ്സുകാരെ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്നറിഞ്ഞാൽ പിരിവിനും എല്ലാത്തിനും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓ, അതിനെന്താ, അത് വേണ്ടേ? പിന്നെ എൻ്റെ കോളേജിൽ തന്നെ നിങ്ങളുടെ ആരാധകർ ഏറെയാണ്. ഓ, ദേവനൊന്ന് ചിരിച്ചു. ഇനി നിങ്ങളോടാണ് പറയാനുള്ളത്. എന്നെ കൊണ്ടുവന്നാക്കി അപ്പോൾ തന്നെ പൊയ്ക്കോണം. വായി നോക്കി നിൽക്കണ്ട. നിന്നാൽ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ കണ്ണുകുത്തി പൊട്ടിക്കുമെന്ന്. അത് ഞാനങ്ങ് ചെയ്യും. ഗൗരി ദേവനോടായി പറഞ്ഞു.
എന്നാലും എൻ്റെ ഭാര്യ ഒരു പട്ടിവർഗത്തിലുള്ളതാണോ എന്ന് ഞാൻ അറിഞ്ഞില്ല. ദേവൻ കയ്യിലെ പാടൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. സോറി, അപ്പോഴത്തെ ദേഷ്യത്തില്. സാരില്ല. അല്ല, നിനക്ക് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ? അവളുടെ മുഖവും ചുളിഞ്ഞു. ഇല്ല. അപ്പോൾ എങ്ങനെ ക്ലാസ്സിൽ പോകും? വാ, ഡ്രസ്സ് മാറി ഒരുങ്ങി വാ, നമുക്കെല്ലാം വാങ്ങിയിട്ട് വരാം. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10 ഇപ്പം എവിടെയാ ഷോപ്പ് ഉണ്ടാവുക? ഹലോ മിസ്സസ് ദേവൻ, ഇത് നിങ്ങളുടെ പട്ടിക്കാടല്ല. ദേവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ദേവൻ്റെ കവളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ആണോടാ ദേവാ? എടീ. രണ്ടുപേരും ഒന്ന് ചിരിച്ചു. രണ്ടുപേരും വസ്ത്രം മാറാനായി ഒരുങ്ങി. ഗൗരി ബാത്റൂമിലേക്കാണ് വസ്ത്രം മാറാനായി പോയത്. ഇവളുടെ നാണം ഇതുവരെ മാറിയില്ലല്ലോ. ദേവനൊന്ന് പിറുപിറുത്തു. നടക്കട്ടെ. വസ്ത്രം മാറി രണ്ടുപേരും ഇറങ്ങി. ബാംഗ്ലൂർ നഗരം ഉറങ്ങിത്തുടങ്ങിയിട്ടില്ല. ജോലികൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെയും നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നവരുമായി നഗരം ഇപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. അവർ അവിടെയുള്ള വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു. ഗൗരി, ഇതാണ് ഇവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്, ഫോണിക് മാർക്കറ്റ് സിറ്റി. എന്തൊരു വലിപ്പമാണ്! ഗൗരി, ഇങ്ങനെ നോക്കല്ലേ, ആളുകൾ കണ്ടാൽ കളിയാക്കും. അവൾ പല്ല് കാട്ടി ചിരിച്ചുകൊണ്ട് ദേവനെ നോക്കി. ദേവൻ ഒഴിഞ്ഞുകിടന്ന ഗൗരിയുടെ കൈകളെ ചേർത്ത് പിടിച്ചു നടന്നു. ചുറ്റുമുള്ള ആളുകൾ ദേവനെ നോക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. എത്രയോ പെൺകുട്ടികൾ കൊതിക്കുന്ന മുതലാ എൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നത്, അവൾ ആലോചിച്ചു. എന്നാൽ ദേവൻ മറ്റുള്ളവരെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നേരത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൗരിയും ദേവനും ഇറങ്ങുവാൻ നേരമാണ് 1-2 പെൺകുട്ടികൾ അവർക്ക് നേരെ വന്നത്. ഹായ് സാർ, ഞാൻ സാറിൻ്റെ വലിയൊരു ഫാനാണ്. സാറിൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സാർ, ഒരു സെൽഫി. ദേവനൊരു പുച്ഛത്തോടെ അവരെ നോക്കി. ഗൗരിയെ നോക്കിക്കൊണ്ട് ദേവൻ കണ്ണുകൾ കൊണ്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അവളും തലയാട്ടി. മാഡം, ഒന്ന് മാറി നിൽക്കുമോ? കൂട്ടത്തിൽ ഒരുത്തി പറഞ്ഞു. ഗൗരിയെ മാറ്റി നിർത്തുന്നത് കണ്ടതും ദേവൻ്റെ ദേഷ്യം അധികരിച്ചു. അവൻ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു. ഏയ്, നിങ്ങൾ എന്താ ചെയ്തത്? ആ പെൺകുട്ടികൾ ഒരു സെൽഫി ചോദിച്ചിട്ട്. ശരിയാവില്ല, നീ വാ. അവർക്ക് പിന്നാലെ സാധനങ്ങളുമായി വന്ന സ്റ്റാഫിന് തൻ്റെ പേഴ്സിൽ നിന്നും 2000 രൂപ എടുത്തു കൊടുത്ത് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദേവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു.